ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല നാടൻ സ്റ്റൈലിൽ കണവ റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കിലോ കണവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തലഭാഗമൊക്കെ കളഞ്ഞ ശേഷമുള്ള തൂക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാനിവിടെ ഉൾക്കൊള്ളിക്കുന്നില്ല, അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഇത് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചേർക്കാനായിട്ട് ഞാനൊരു 3 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു 1/2 ടീസ്പൂണ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 വിസിലടിക്കുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കണവ നമ്മൾ ആദ്യമേ വേവിച്ച ശേഷം റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ആദ്യമേ നമ്മൾ വേവിക്കാതെ കണവ ഡയറക്റ്റായിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് റബ്ബർ പോലെ ആയിരിക്കും. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയൊരു പച്ചമുളക് ആയതുകൊണ്ടാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഈ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് വെന്ത് കിട്ടണം. ഒരു 3-4 വിസിലിന് ശേഷം നമ്മുടെ കണവയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണവയിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. നമ്മളിത് കളയൊന്നും വേണ്ട, നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളെ തക്കാളി പകുതി വേവേ ആയിട്ടുള്ളൂ. നമുക്ക് കണവ വേവിച്ച വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കണവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് 1 മിനിറ്റും കൂടെ ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല നാടൻ സ്റ്റൈലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.